നന്ദി. ഈശ്വര, നല്ലൊരു കണി കാണിക്കണേ. ധനയോഗം, കാര്യലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി, സ്വാദിഷ്ട നോൺവെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കണി കാണിക്കണേ. പുതുവർഷം ആശംസിക്കാത്തതിന് തൃശൂർ മുള്ളൂർക്കരയിൽ യുവാവിനെ കുത്തിവീഴ്ത്തി. ആറ്റൂർ സ്വദേശിക്കേറ്റത് 24 കുത്തുകൾ. തൃശൂരിൽ ഇന്നലെ യുവാവിനെ കുത്തിക്കൊന്ന വിദ്യാർത്ഥികളും ലഹരിക്കടിമകൾ. ഇത് കണിയല്ല, കെണിയാ. എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്. ഇനി ഒന്നും സംഭവിച്ചില്ല, അതൊക്കെ വെരി വെരി കുട്ടിന്. ശരി. ആരോടെ പടക്കം പൊട്ടിച്ചത്? അയ്യോ, ഞാനല്ല, ഈ മുത്തച്ഛനാ. ഒന്നും തെറ്റിദ്ധരിച്ചെടുക്കാം, സൂക്ഷിച്ച്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. പുതിയ അഡ്മിറ്റ് ആണല്ലേ? ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. കൃഷ്ണൻകുട്ടി, ബെന്നി, BNNY, കേശു, കേശു. നമ്മുടെ പേരെന്താ? ആദ്യം നമ്മൾ ചേരുന്നു, പിന്നെ നമ്മൾ രണ്ടുപേരെ ചേർക്കുന്നു. ഒരാളെ വലത്തിടുന്നു, മറ്റേ ആളെ ഇടത്തിടുന്നു. നമ്മൾ ഓരോ അരിയും സൂക്ഷിച്ചു വെക്കണം. ഇതിലെ നൃത്ത പരിപാടിയെ കുറിച്ച് തന്നെയുള്ള വാർത്തയാണ് പ്രധാനപ്പെട്ടത്. ഈ പരിപാടിയിലെ പ്രധാന നർത്തകിയായിരുന്ന ദിവ്യ ഉണ്ണി, നടി ദിവ്യ ഉണ്ണിയെയും പോലീസ് നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത ഷൂട്ടിങ്ങിന് മായ വരില്ലേ? ഏയ്, ഞാനിനി ഷൂട്ടിങ്ങിനൊന്നുമില്ല. ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നേ ഉള്ളൂ. ഞാൻ പോവാ. ഞാൻ പോകുന്നു. ബൈ ബൈ. ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി HMPV കേസ് സ്ഥിരീകരിച്ചു എന്ന വാർത്തയാണ്. ബംഗളൂരിൽ നിന്നാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഈ HMPV എന്ന് പറയുന്നത് ചൈനയിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട വൈറസാണ്. വളരെ മാരകമായ ഒരു വൈറസാണ് ഇത്. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടനെ നിറയെ കൈകളുള്ള ഭീകര സത്തുമായി സുഭദ്ര. കളിപ്പിക്കട്ടോ ഞാൻ? കളിപ്പിക്കട്ടാ? ഒന്നും ചെയ്യില്ല, പാവ. തലസ്ഥാനത്ത് അനന്തപൂരത്തിന് കൊടിയിറങ്ങുമ്പോൾ പൂരങ്ങളുടെ പൂരം കൊട്ടിക്കയറുന്ന തൃശൂരിനാണ് കലാകിരീടം. വർക്കിപ്പാപ്പന്റെ ഭാര്യ എല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വാടി. നാട്ടുകാർക്ക് വരാ കേട്ടോ. എന്നതാണ് കിടന്ന് വിളിച്ചു പോകുന്നത്? ഊകന്തള്ളേ, നിങ്ങൾ എന്നെ തള്ളേ പറഞ്ഞ്. ഞാനൊരു പടുവാഴ നെല്ലിയോ? ഈ പടുവാഴ എന്നെ കൊണ്ടുവന്നേക്കെന്നറിയാം. എന്നതാ? 50 പവന്റെ സ്വർണ്ണ കപ്പ. 50 പവന്റെ കപ്പയാ? 50 പവന്റെ കപ്പയല്ല, 50 പവന്റെ സ്വർണ്ണ കപ്പ്. എടാ ക്ലീനസേ, അത് കാണിച്ചു വിടാ. തൃശൂർ ഭാവഗായകൻ P. ജയചന്ദ്രൻ അന്തരിച്ചു. തൃശൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലൻ പൊന്മകളേ, എന്നുമെന്നും കിന്നരിക്കാം, ഓമനിക്കാം, ചക്കരപ്പൻ നെറ്റിയിലോ പൊട്ടുതൊടാ. നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക്, നീ പിടഞ്ഞാൽ എന്നുയിരിൽ പുരിരുള്. കരിമണ്ണൂർ ഗോപി. രക്തദാനം മഹാദാനം എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീ ഗോപി കരിമണ്ണൂർ നയിക്കുന്ന കൂട്ടോട്ടമാണ് ഇതുവഴി കടന്നു വരുന്നത്. എന്നിട്ട് റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ. എന്റെ കർത്താവേ, എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ? കഴപ്പ്.
അതല്ല, എന്നാലും നീ എങ്ങനെയാടാ നെക്സലൈറ്റ് ആയത്? കിണ്ടി ഉണ്ടാവൂടാ ഒന്നെടുക്കാൻ? അതെ അതെ, കട്ട മുതൽ തന്നെ വാങ്ങണം. കിണ്ടി വരണുണ്ട്, പക്ഷെ അത് ഓമനടുത്തേക്ക് പറ്റില്ല. വില ഇത്തിരി കൂടുതലാ. വില നോക്കണ്ട ഓമനടുത്ത്. ഇവൻ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറഞ്ഞല്ല. ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ 1.5 കിണ്ടി വരുന്നേ. ഓ, ഒരുപാട് വലുതായാലും പാടാന്നേ, എടുത്ത് പെരുമാറണ്ടല്ലേ? ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അപ്പനില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നോ? ഒരു ആശുപത്രി ആശുപത്രി ഉണ്ടാകുമായിരുന്നോ? പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവം. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കാൻ. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ കണ്ണിൽ ഉണ്ണിയാണ്. തള്ള കൊളാക്കും. കണ്ണിൽ ഉണ്ണിയല്ല, കണ്ണിൽ ഉണ്ടമ്പുരി. ലൈവ് പരിപാടിയാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? കളറായിട്ടുണ്ടല്ലോ. ഗോപൻ സ്വാമിയുടെ സമാധിയെ ചൊല്ലിയുള്ള ദുരൂഹതയാണ് ഇപ്പോൾ ഹൈക്കോടതിയിലടക്കം എത്തിയിരിക്കുന്നത്. എന്താണെന്നറിയില്ല, നടയിൽ ഒരു ആൾക്കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്, നല്ല ബഹളവും നടക്കട്ടെ. എല്ലാരും അറിഞ്ഞോ? നാശ കോടാലിയായി എന്നാ തോന്നണേ. നാട്ടുകാര് മുഴുവൻ അറിഞ്ഞ ലക്ഷണം. ഗോപൻ എന്നയാളുടെ ഭാര്യ അങ്ങോട്ടേക്ക് വരികയാണ്. അവരുടെ മക്കളും കൂടെയുണ്ട്. നേരത്തെ എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് അതിന്? അമ്മയ്ക്ക് പറ്റൂല. സമാധി സമാധി സമാധി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? എന്താ പറ, എനിക്കറിയില്ല. ഇല്ല, അതൊക്കെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അതൊക്കെ അവര് അന്വേഷണത്തിന് ശേഷം അറിയിക്കുന്നതായിരിക്കും. ചേട്ടൻ സൂപ്പറാ. അപ്പൊ അതിനൊരു തീരുമാനമായി. കർത്താവേ, സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? ഇടഞ്ഞ കൊമ്പനെ തടഞ്ഞു നോക്കടാ. എന്തോ ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്. ചെലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? എന്തായാലും കളി തന്നെ കളി. എന്നാ പിന്നെ കളി കാര്യമായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. నేను చాలా డేంజరస్.